ഇന്ന് നമുക്കൊരു ബ്ലൗസ് ഡിസൈൻ കണ്ടാലോ? ഇതാണ് കേട്ടോ, നല്ലൊരു മെജന്ത ഷെയ്ഡ് ബ്ലൗസ് ആയിരുന്നു കേട്ടോ. ഫുള്ളി സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ് ആണ് കേട്ടോ. കസ്റ്റമർ നമ്മുടെ കയ്യിൽ നേരിട്ട് തരുമായിരുന്നേ. ഇതിൽ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടൊരു വർക്ക് കൊടുക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 സ്ലീവും ഫ്രണ്ട് നെക്ക് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്ലീവ്സ് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് നെക്ക് ഇതുപോലെ ഹാഫ് പോർഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 സ്ലീവ്സ് ഇതുപോലെ ബോർഡർ ഡിസൈൻ ആയിട്ടും സ്ലീവ്സ് ഫുള്ളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സും 3mm ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 3mm തന്നെ വൈറ്റ് പേൾസ് ആണ് കേട്ടോ. അപ്പോൾ നോർമൽ സെയിം ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ബ്ലൗസ് നമുക്ക് ഡിസൈൻ ചെയ്തെടുത്താലോ? ഞാൻ പറഞ്ഞല്ലോ, പ്ലെയിൻ ബ്ലൗസ് ആണ് കേട്ടോ കസ്റ്റമർ കൊണ്ട് തന്നത്. അപ്പോൾ രണ്ട് സ്ലീവും ഫ്രണ്ട് നെക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയിൽ ഞാൻ കാണിക്കാനായിട്ട് ഇതുപോലെ ബാക്ക് നെക്ക് വീഡിയോയിൽ കാണിക്കാമെന്ന് കരുതിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ 2 സ്ലീവും ഇതുപോലെ ഫ്രണ്ട് നെക്കും ചെയ്യുന്ന സമയത്ത് ഞാൻ ഫ്രെയിം വെച്ചിട്ടല്ല കേട്ടോ, ഡയറക്റ്റ് അല്ലാതെ തന്നെയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന സമയത്ത് ബാക്ക് നെക്ക് അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള നെക്കാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഫ്രെയിം നമ്പർ 12 യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഫ്രെയിമിൻ്റെ താഴത്തെ പോർഷൻ നെക്കിൻ്റെ താഴ്ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സ്ക്രൂ വരുന്ന പോർഷൻ കുറച്ചൊന്ന് സ്ക്രൂ ലൂസാക്കിയതിന് ശേഷം ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കറക്റ്റ് വെച്ചതിന് ശേഷം സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്യണുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് പിടിച്ചങ്ങ് വലിക്കരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല ടൈറ്റാക്കി വെച്ചിട്ട് വേണം കേട്ടോ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ കറക്റ്റ് നല്ല ടൈറ്റായി തന്നെ നമ്മുടെ ഫ്രെയിമിലിരിക്കണം കേട്ടോ. അപ്പോൾ ഫ്രെയിം നമ്പർ 12 ആകുമ്പോൾ ഓൾമോസ്റ്റ് നെക്ക് ഫുള്ളും കവറായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ എടുത്തേക്കുന്നത്. ഈ വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെയർ ഇതുപോലെ നമ്മൾ ഷുഗർ ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഈ നെക്ക് റൗണ്ട് ഫുള്ളും ഷുഗർ ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. 3 ഷുഗർ ബീഡ് കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തെ ഷുഗർ ബീഡിന്റെ ഉള്ളിലൂടെ നീഡിൽ കയറ്റി ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. സെക്കൻഡ് ലെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലെ 3 ബീഡ് വീതം 3mm ഗോൾഡൻ ബീഡ് വീതം സെക്കൻഡ് ലെയറും ചെയ്യുന്നുണ്ട്. തേർഡ് ലെയർ നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഷുഗർ ബീഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയർ ഷുഗർ ബീഡ്, സെക്കൻഡ് ലെയർ ഗോൾഡൻ ബീഡ്, തേർഡ് ലെയർ നമ്മൾ ഷുഗർ ബീഡ്. ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സെൻറ്ററിലായിട്ട് ഒരു ഗോൾഡൻ ബീഡ് കൊടുക്കുന്നുണ്ട്. അതിന് കവർ ചെയ്യുന്ന രീതിയിൽ 10 ഷുഗർ ബീഡ് എടുത്ത് 2-3 ബീഡ് ഇടവിട്ടൊന്ന് ലോക്ക് കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും കറക്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ.
ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്ക് നെക്ക് ഫുള്ള് ഞാൻ ഇതുപോലെ ഫ്രെയിം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ലൈൻ ഷുഗർ ബീഡ്, സെക്കൻഡ് ഇതുപോലെ ഗോൾഡൻ ബീഡ്, തേർഡ് ലൈൻ വീണ്ടും ഷുഗർ ബീഡ്, ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിലാണ് കേട്ടോ ഈ ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. ഒരു ഫ്ലവറിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കേട്ടോ 3 ഷുഗർ ബീഡും ഒരു വൈറ്റ് പേളായിട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം നെക്ക് റൗണ്ട് ഫുള്ളും ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ബാക്ക് നെക്ക് ഇതുപോലെ ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 2 സ്ലീവ്സിലും അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ ബുട്ട ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചാനൽ കറക്റ്റായിട്ട് കാണുന്നവർക്കറിയാം, നമ്മുടെ ചാനലിൽ ഏകദേശം ഒരു 125ഓളം ബുട്ട ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലൊരെണ്ണം ഈ ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ സ്ലീവ്സിൽ ഓൾ ഓവർ നമ്മൾ ഇതുപോലുള്ള ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ ആ ഫ്ലവേഴ്സ് ചെയ്തതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ സെൻറ്ററിലായിട്ട് ഒരു ഗോൾഡൻ ബീഡ് വെക്കുന്നുണ്ട്. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ 10 ഷുഗർ ബീഡ് എടുക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ലോക്ക് കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലോക്ക് നിർബന്ധമാണ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പോൾ ലോക്ക് കറക്റ്റ് കൊടുത്താൽ മാത്രമേ നമ്മുടെ വർക്ക് കറക്റ്റ് ഫിക്സ് ആയിട്ടിരിക്കുകയുള്ളൂ. 2-3 ബീഡോട്ട് ലോക്ക് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ഫ്ലവർ പോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മേളിലായിട്ട് ഒരു ഷുഗർ ബീഡ്, ഒരു വൈറ്റ് പേൾ, വീണ്ടും ഒരു ഷുഗർ ബീഡ് ചെയ്തെടുക്കുക. ഇതിൻ്റെ താഴത്തായിട്ട് 3 എണ്ണം ചെയ്യുക കേട്ടോ. ഒരു ഗോൾഡൻ ബീഡ്, ഒരു ഷുഗർ ബീഡ് 2 സൈഡിലായിട്ട്, മിഡിലായിട്ട് ഇതുപോലെ തന്നെ ഒരു ഷുഗർ ബീഡ്, ഒരു വൈറ്റ് പേൾ, ഒരു ഷുഗർ ബീഡ് ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പം വീഡിയോയിൽ ഞാൻ എല്ലാം കറക്റ്റായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. കാണുമ്പോൾ നമുക്ക് സിമ്പിളായി തോന്നും, അത്രയ്ക്ക് സിമ്പിളല്ല കേട്ടോ. കുറച്ചധികം ടൈം എടുത്ത് ചെയ്തൊരു വർക്കാണ് കേട്ടോ. ഈ ഒരു ഓരോ ബുട്ട ഡിസൈനും ചെയ്യാൻ അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ സ്ലീവ് ഫുള്ള് നമ്മൾ ഇതുപോലെ ബുട്ട ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്ലീവ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പം ബാക്ക് നെക്ക് ഇതുപോലെ ഫുള്ളായിട്ടും ചെയ്തിട്ടുണ്ട്. ബാക്ക് നെക്കും അത്യാവശ്യം ഹെവി ആയിരുന്നു, അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ളൊരു നെക്കായിരുന്നു കേട്ടോ. അപ്പോൾ 2 സ്ലീവ്സും ഇതുപോലെ ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്ക് ഹാഫ് പോർഷനാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. എൻ്റെ സാരിയുടെ കളർ വന്നിട്ട് ഒരു പീകോക്ക് ബ്ലൂ ആണ് കേട്ടോ. ഈ പീകോക്ക് ബ്ലൂവും ഈ മെജന്തയും നല്ല കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.